കാശ് എണ്ണി വാങ്ങിയതല്ലേ നിന്റെ തന്ത, പിന്നെ നിനക്കെന്നെ സുഖിപ്പിച്ചാൽ എന്താ? അവന്റെ വാക്കുകൾ അവളിലൊരു നടുക്കവും സൃഷ്ടിച്ചില്ല. അവൾ അവന്റെ നഗ്നമായ പുറത്തിൽ കൈകൾ അമർത്തി. അവൻ അവളുടെ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞു. അവളിലേക്ക് നോവായി പടർന്നു കയറി. അവന്റെ വികാരം കെട്ടടങ്ങിയപ്പോൾ അവൻ കട്ടിലിലേക്ക് മറിഞ്ഞു. അവളുടെ കൺകോണുകളിൽ കണ്ണുനീർ ചാലിട്ടൊഴുകിയിറങ്ങി. പക്ഷേ തന്നെ സ്വന്തമാക്കിയവനോട് ദേഷ്യമോ വെറുപ്പോ തോന്നിയില്ല. പകരം പ്രണയം മാത്രം. അയാൾ തന്നിൽ കാമം കണ്ടപ്പോഴും ആ കാമത്തിൽ താൻ എന്തിനു പ്രണയം കാണുന്നു? താലി കെട്ടിയവനോടുള്ള ബഹുമാനം. അയാൾക്ക് അയാളുടെ മുൻപിൽ ശരീരം നൽകിയ വെറുമൊരു വേശിയായിരിക്കാം ഞാൻ. പക്ഷേ എനിക്ക് കണ്ണുകൾ നിറയുമ്പോഴും അടിവയറ്റിലെരിയുന്ന വേദന. 19 വയസ്സിൽ എങ്ങനെയാണ് ഞാൻ? സൂര്യമംഗലത്ത് വീട്ടിൽ അർജുൻ ദാസിന് നിന്നെ ഞാൻ വിറ്റു. അവന് സ്വന്തം ചോരയിലൊരു കുഞ്ഞിനെ വേണം. എനിക്ക് പൈസായും. നിന്റെ അമ്മയെ ചികിത്സിക്കണ്ടേ? എനിക്ക് ജീവിക്കണ്ടേ? പിന്നെ നീ അവന്റെ കുഞ്ഞിനെ പെറ്റിട്ടിട്ട് പോരുമ്പോൾ കുറെ കാശും കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി ഇതിലും പൈസ കിട്ടുന്ന മറ്റേതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം. അവളുടെ ശരീരമാണെന്ന് അയാൾ പറയുമ്പോൾ നാവ് ഉയർത്തി അയാളെ അച്ഛ എന്ന് വിളിക്കാൻ തോന്നിയില്ല. അല്ലെങ്കിലും അയാളുടെ ചോരയല്ലല്ലോ. അച്ഛൻ മരിച്ചതിനു ശേഷം അമ്മയ്ക്ക് തോന്നിയ പ്രണയം, ഒരു തണൽ, അതായിരുന്നു അയാൾ. അമ്മ ഒന്ന് വീണപ്പോൾ മുതൽ അയാളുടെ കഴുകൻ കണ്ണുകൾ തൻ്റെ മേലായി. അയാളിൽ നിന്ന് ഓടി ഒളിക്കാനായി പലപ്പോഴും അമ്മയുടെ അരികിൽ പോയിരുന്നു. ആ പാതിചത്ത ശരീരത്തിലും അയാൾ സുഖം കണ്ടെത്തുമ്പോൾ അയാൾ മനുഷ്യനല്ല എന്ന് മനസ്സിലായി. നാളത്തെ പത്രങ്ങളിൽ വളർത്തച്ഛനാൽ ഗർഭിണിയായി എന്നറിയപ്പെടാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് സൂര്യമംഗലത്ത് നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണി കുടുംബത്തിലേക്ക് മരുമകളായി കയറി. അല്ല, തന്നെ വിറ്റു. വീട് വിട്ടിറങ്ങാൻ നേരം അമ്മയുടെ അരികിൽ ചെന്നിരുന്നു. പുഞ്ചിരിച്ചു. അമ്മയുടെ ശരീരത്തിലെ മുറിവുകൾ പോലും ഒന്ന് കരിഞ്ഞിട്ടില്ല. പക്ഷേ സങ്കടം തോന്നിയില്ല. ഒത്തിരി വേദനിപ്പിക്കാതെ അതിനെ വിളിച്ചാൽ മാത്രം മതി. കണ്ണുകൾ കൊണ്ട് ക്ഷമ ചോദിക്കുന്നത് പോലെ. വലതുകാൽ വെച്ച് സൂര്യമംഗലത്തേക്ക് കയറുമ്പോൾ പോലും മനസ്സ് മരിച്ചിരുന്നു. തന്നെ ചേർത്ത് പിടിച്ചു അവിടുത്തെ മുത്തശ്ശി. ഇത്തിരി ദേഷ്യവും വാശിയും കൂടുതലാണവൻ. ഞാനാണ് ചെറുപ്പം മുതൽ അവനെ വളർത്തിയത്. അതിൻ്റെ എല്ലാ കുറവുകളും അവനിലുണ്ട്. അവനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചാൽ മതി, അവനും തിരിച്ച് സ്നേഹിക്കും. തലയനക്കാൻ മാത്രമേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. മോളെക്കാൾ 7 വയസ്സിന് മൂത്തതാണവൻ. ഏട്ടാ എന്ന് വിളിച്ചോളൂ കേട്ടോ. അവൻ്റെ ചെറുപ്പത്തിലെ അവൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കയ്യിൽ അവനെ ഏൽപ്പിച്ചിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പോയി. ഇടയ്ക്കിടയ്ക്ക് ബാങ്കിലോട്ട് വരുന്ന പണത്തിലൂടെ മാത്രമേ അവൻ അവൻ്റെ അച്ഛനെയും അമ്മയും അറിയൂ. അല്ലാതെ ഒരിക്കൽ പോലും അവരുമായി അവൻ ഒരു ദിവസം പോലും ജീവിച്ചിട്ടില്ല. ഇടയ്ക്കെപ്പോഴും അവന് പ്രണയം നൽകി കടന്നു വന്ന പെൺകുട്ടിയും അവനേക്കാൾ കൂടുതൽ സ്വത്തുള്ള ഒരാളെ കണ്ടപ്പോൾ അവനെ ഉപേക്ഷിച്ചു. അതിൽ പിന്നെ അവനെല്ലാം പണത്തിൻ്റെ അളവുകോലിൽ അളക്കാൻ തുടങ്ങി. അവനൊന്ന് ചിരിച്ചുപോലും കാണുന്നത് അവൻ്റെ ജോലിയിലായിരിക്കുമ്പോഴാണ്. അതും ഒരു ഡോക്ടർ ആയതുകൊണ്ട് മാത്രമാണ്. കുഞ്ഞുകുട്ടികളായ രോഗികളോട് മാത്രം സൗമ്യമായി പെരുമാറും. എന്ത് മോശമാണെങ്കിലും അവന് മറ്റു പെൺകുട്ടികളുമായി ബന്ധമൊന്നും തന്നെയില്ല. അത് മോളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ തൊട്ട് സത്യം ചെയ്യാം ഈ മുത്തശ്ശി. ദീർഘശ്വാസം എടുത്ത് മുത്തശ്ശി പറയുമ്പോൾ എപ്പോഴും അദ്ദേഹത്തെ ഓർത്തു സഹതാപം തോന്നി. ആ സഹതാപം പ്രണയമായി മാറി. എൻ്റെ കഴുത്തിലെ താലി ഒന്ന് മാത്രം മതിയായിരുന്നു. ആദ്യ രാത്രിയിലേക്ക് പാൽ ഗ്ലാസ് കയ്യിലേക്ക് തരുമ്പോൾ പോലും എങ്ങനെയാണ് എന്ന ശരിയായ ധാരണ പോലും ഇല്ലായിരുന്നു. തൻ്റെ മുഖത്തെ പരിഭ്രമം കണ്ട് മുത്തശ്ശി പാൽ ഗ്ലാസ് മേടിച്ചു വെച്ചു. എല്ലാം പറഞ്ഞു തന്നു. എന്താണ് ആദ്യ രാത്രിയെന്ന്, എങ്ങനെയാകുമെന്ന്. കണ്ണുകളടച്ച് എന്തും താങ്ങാനുള്ള ശേഷിയോടെ അകത്തേക്ക് കയറി. പാൽ ഗ്ലാസ് മേശയിൽ വെച്ച് മുറി ആകമാനം വീക്ഷിച്ചു. താൻ കിടക്കുന്ന കുടിലിനേക്കാൾ എത്രയോ വലുത്. ഒന്നാഗ്രഹിച്ചാൽ ഭാഗ്യമാണ്. ഒരാൾക്ക് മാത്രം കീഴടങ്ങി കൊടുത്താൽ മതി. രാത്രിയിൽ അച്ഛനായി കരുതി ആളുടെ മറ്റൊരു മുഖം കാണേണ്ടി വരില്ല. തൻ്റെ ശരീരത്തിലൂടെ പുഴുവരിക്കുന്നത് പോലെ അയാളുടെ കൈകൾ ഇഴയില്ല. പല രാത്രികളിലെ പോലെ ഉറക്കമുളച്ച് സ്വന്തം ശരീരത്തിന് കാവലിരിക്കേണ്ട. തള്ളിപ്പറഞ്ഞാലും താങ്ങും എന്ന് വിശ്വസിക്കാൻ ഒരാളൊപ്പമുണ്ട്. വയറ് നിറയെ ആഹാരം കഴിക്കാം. വാതിൽ കൊട്ടിയടയ്ക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. താലി കെട്ടിയ പുരുഷൻ. അറിയാതെ ബഹുമാനം കൊണ്ടോ നാണം കൊണ്ടോ തല താഴ്ന്നു പോയി. അദ്ദേഹം കട്ടിലിലേക്ക് ഇരുന്നു കൊണ്ട് അടുത്തേക്ക് വിളിച്ചു. അടുത്തുപോയി ഇരിക്കുമ്പോൾ പോലും കണ്ണുകൾ ഉയർത്തി നോക്കിയില്ല. നമ്മൾ തമ്മിലുള്ള കരാർ അറിയാമല്ലോ, മിസ്സസ് ഋതിക അർജുൻദാസ്. മെഡിക്കൽ ഫീൽഡ് ഒരുപാട് വികസിച്ചു. പക്ഷേ മുത്തശ്ശിക്ക് ഞാൻ താലി കെട്ടി തന്നെ കുഞ്ഞുങ്ങളുടെ അച്ഛനാകണം. കുഞ്ഞുണ്ടായാൽ അടുത്ത നിമിഷം തന്നെ ബന്ധം വേർപെടുത്തി പൊയ്ക്കോണം. എന്നിലോ കുഞ്ഞിലോ അവകാശം ചോദിച്ചു വരരുത്. പിന്നെ 2 കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ നിന്നെ സമീപിക്കുന്നത്. ഫസ്റ്റ്, ഒരു കുഞ്ഞിന് വേണ്ടി. ആ പെയിൻ നീ താങ്ങിയേ പറ്റൂ. സെക്കൻഡ്, എൻ്റെ ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി. എപ്പോഴൊക്കെ ഞാൻ അതിനു വേണ്ടി നിന്നെ സമീപിക്കുന്നോ അപ്പോഴൊക്കെ നിനക്ക് വേണ്ട പണം ചോദിച്ച് വാങ്ങാം. കൂലി കിട്ടാതെ ജോലി ചെയ്യണ്ട. ഞാൻ പണം കൊടുത്ത് വാങ്ങിയ ഒരു കളിപ്പാട്ടം മാത്രമാണ് നീ.
ഒട്ടും അത്ഭുതം തോന്നിയില്ല. പക്ഷെ കണ്ണുകൾ ഉയർത്തി നോക്കി. കണ്ണുകൾ കലങ്ങാതെ ഇരിക്കാൻ സൂക്ഷിച്ചു. പിന്നെ നീ വല്ലതും കഴിക്കണം. ഇവിടെ ആവശ്യത്തിന് ഫുഡുണ്ട്. കുറച്ച് വണ്ണമൊക്കെ കൂട്ടണം. അത് നിന്നോടുള്ള സഹതാപം കൊണ്ടല്ല. ഇപ്പോഴേ തൊട്ട് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ബോധേഡാണ്. അതുകൊണ്ട് തലയനക്കി തൻ്റെ അനുവാദം പോലും ചോദിക്കാതെ തന്നെ കട്ടിലിലേക്ക് മറിച്ചിട്ടു. തൻ്റെ ശരീരത്തിലേക്ക് അമർന്നു. ഭാരം തോന്നിയില്ല. തൻ്റെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി തന്നെ ഉണർത്തിക്കൊണ്ടിരുന്നു. ബെഡിൽ കൈവിരലുകൾ ഇറുക്കി. ഞാൻ കെട്ടിപ്പിടിച്ചാൽ തന്നോട് ദേഷ്യപ്പെട്ടാലോ എന്ന് തോന്നി. ചുണ്ടുകളെ ബന്ധിച്ചു. ശ്വാസം മുട്ടിച്ചപ്പോൾ പോലും പ്രതികരിച്ചില്ല. കഴുത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങിയ ചുണ്ടും നാവും തന്നിലെ പെണ്ണിനെ ഉണർത്തുന്നതറിഞ്ഞു. തന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ മാത്രം കൈകൾ അദ്ദേഹത്തിൻ്റെ പുറത്തേക്കമർത്തി. നഖങ്ങൾ കൊണ്ട് വേദനിപ്പിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിച്ചു. 1000 ചുംബനങ്ങൾ നൽകിയപ്പോഴും ഒരു ചുംബനം പോലും തിരികെ നൽകിയില്ല. വേദനിച്ചപ്പോൾ മാത്രം ഏങ്ങൽ വന്നു. കൈകൾ കൊണ്ട് വാ മൂടിക്കരഞ്ഞു. തന്നെ ഇടനെഞ്ചിലേക്ക് ചേർത്ത് തലയിൽ തലോടിയപ്പോൾ അച്ഛൻ്റെ വാത്സല്യം അറിഞ്ഞു. കമിഴ്ന്നു കിടന്നുറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ നഗ്നമായ പുറത്ത് ചുണ്ടുകൾ ചേർത്തു. താലിയെ മുറുകെ പിടിച്ച് കട്ടിലിൻ്റെ ഓരം ചേർന്നുറങ്ങി. കണ്ണുകൾ വലിച്ചു തുറക്കുമ്പോൾ അവൻ അടുത്തില്ലായിരുന്നു. നഗ്നമായ മേനിയിൽ സാരി വലിച്ചു ചുറ്റി. സാരി പലയിടത്തും കീറിപ്പോയിട്ടുണ്ട്. കണ്ണുകളിൽ ഇന്നുവരെയില്ലാത്ത തെളിച്ചം വന്ന് നിറഞ്ഞു. ബാത്റൂമിലേക്ക് കയറി. വെള്ളം ശരീരത്തിലേക്ക് വീഴുമ്പോൾ നീറുന്നു. എങ്കിലും ഇന്നുവരെ തോന്നാത്ത അനുഭവം. കുളി കഴിഞ്ഞിറങ്ങി. നെറുകയിൽ ഒരു നുള്ളു സിന്ദൂരം തൂകി. ബെഡ് കുടഞ്ഞു വിരിക്കാൻ പോയി. വെളുത്ത തുണിയിൽ ചുവന്ന അടയാളങ്ങൾ കാണുകെ കണ്ണു നിറഞ്ഞു. അവൾക്ക് അവന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. അവൻ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. എമർജൻസി കോൾ വന്നു. അതാ മോള് വാട്ടോ. മുത്തശ്ശി അവൾക്ക് വേണ്ടതെല്ലാം നൽകി. രാത്രികളിൽ അവന് മണിയറ ഒരുക്കുന്ന ഭാര്യ, രാവിലെകളിൽ മുത്തശ്ശിക്ക് കൂട്ടായ കൊച്ചുമകൾ. അവളോടൊന്ന് ചിരിച്ചുപോലും കാണിക്കാത്ത അവനെ എങ്ങനെയാണ് ഇങ്ങനെ പ്രണയിക്കാൻ കഴിയുക എന്നവൾക്ക് അറിയില്ലായിരുന്നു. പ്രണയം അതൊരു മാസ്മരിക അനുഭൂതിയാണ്. കുരുടന് പോലും മഴവില് കാണാൻ സാധിക്കുന്ന അനുഭൂതി. ചില രാത്രികളിൽ അവൻ നൽകുന്ന വേദന അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഒരിക്കൽ പോലും അവളെ ചേർത്ത് പിടിച്ച് നിനക്ക് നോവുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. നെറുകയിലൊന്ന് മുത്തും. അത് മതിയായിരുന്നു അവൾ അനുഭവിച്ച വേദനയ്ക്ക് ശമനം കിട്ടാൻ. നിനക്ക് 2 മാസമായി ഡേറ്റ് കറക്റ്റാണോ? അല്ല എന്ന് തലയനക്കി. എന്നാ ചെന്ന് ടെസ്റ്റ് ചെയ്യൂ. അവൾ സംശയത്തോടെ അവൻ്റെ കയ്യിലെ പ്രഗ്നൻസി കിറ്റിലേക്ക് നോക്കി. 2 or 3 ഡ്രോപ്സ് ഓഫ് യൂറിൻ ഒഴിക്കണം. എന്നിട്ടിങ്ങോട്ട് കൊണ്ടുവാ. അവൾ തലയനക്കി. ബാത്റൂമിലേക്ക് കയറി. കിറ്റിൽ തെളിഞ്ഞു കണ്ട 2 ചുവന്ന വരകൾ. അവൾക്ക് എന്തിൻ്റെ പ്രതീകമാണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഒരമ്മയാകാൻ ആ 19 വയസ്സുകാരിയുടെ ഉള്ളം തുടിച്ചു. അവന് നേരെ നീട്ടുമ്പോൾ അവളുടെ ഉള്ളം പെരുമ്പറ കൂട്ടി. അവൻ്റെ കണ്ണുകളിലെ തെളിച്ച ഒന്ന് മാത്രം മതിയായിരുന്നു. അവളുടെ ഉദരത്തിൽ അവൻ്റെ ചോര തുടിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാകാൻ. കൈകൾ വയറിനെ പൊതിഞ്ഞു. അവൻ എഴുന്നേറ്റു. അവൻ പുണരുമെന്നും നെറുകയിൽ ചുംബിക്കുമെന്നും കൊതിച്ചു. അവൻ മുട്ടുകുത്തിയിരുന്നു. സാരിത്തലപ്പ് മാറ്റി. അവളുടെ അടിവയറിൽ ചുണ്ടു ചേർത്തു. കാമമേതുമില്ലാതെ അവളുടെ നെഞ്ചം വിങ്ങി. യോഗ്യതയില്ല. അവൻ മുത്തശ്ശിയോട് പറഞ്ഞു. മുത്തശ്ശി അവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചു. കണ്ണുകൾ അടച്ച് സ്വീകരിച്ചു. കണ്ണുകൾ തുറന്നു നോക്കി. അച്ഛനെയും അമ്മയെയും സന്തോഷവാർത്ത അറിയിക്കുകയാണ്. മുഖത്ത് തെളിച്ചമൊന്നുമില്ല. ഫോൺ അവൾക്ക് നേരെ നീട്ടി. ലൗഡ് സ്പീക്കർ ഓണാക്കി. കൺഗ്രാറ്റുലേഷൻസ് മോളെ. അത്രമാത്രം. അവൻ്റെ ഉള്ളം നീറി മുറിഞ്ഞു. ചോരയൊഴുകി. പക്ഷെ ഇതൊന്നും പുതുമയുള്ളതല്ല. പക്ഷെ എന്തുകൊണ്ടോ വല്ലാതെ നോകുന്നു. രാത്രികളിൽ കുഞ്ഞിനോട് തമാശ പറയുന്ന കൂട്ടത്തിൽ ഒന്ന് തന്നോട് ചിരിക്കുമെന്ന് മോഹിച്ചു. നമ്മൾ അച്ഛനും അമ്മയും ആകാൻ പോകുന്നു എന്ന് പറയുമെന്ന് വ്യഥാ മോഹിച്ചു. വയറിൽ കൊളുത്തിപ്പിടിക്കുന്ന വേദന. തൊണ്ട പൊട്ടു ഉച്ചത്തിൽ അലറി. ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ അറിയാതെ പോലും വയറിൽ അമർത്തിപ്പിടിക്കുവാൻ കൈ മുതിർന്നില്ല. കുഞ്ഞിന് നോവരുത്. കണ്ണുകൾ അടഞ്ഞു. കൈകൾ തളർന്നു. ആദ്യമായി കണ്ണുകളിൽ ഭയം നിഴലിക്കുന്നത് കണ്ടു. കുഞ്ഞിനെ ഓർത്താകും. കണ്ണുകൾ തുറക്കുമ്പോൾ ഡോക്ടർ അടുത്തുണ്ട്. മുത്തശ്ശി, വയറിൽ വേദനയില്ല. അറിയാതെ കൈകൾ അവിടെ തലോടി. കുഞ്ഞിനൊന്നുമില്ലല്ലോ. ഋതിക പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അവൾ തലയാട്ടി. കൈകൾ അപ്പോഴും കുഞ്ഞിനെ പൊതിഞ്ഞു. സോറി ടു സേ, തൻ്റെ കുഞ്ഞു പോയിടോ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലാലോ ജീവിതം. ദൈവത്തിന് തിരികെ വിളിക്കാൻ തോന്നി. കുഞ്ഞ് പോയിടോ. അതുമാത്രം കാതിൽ ഒന്ന് അലയടിച്ചു. ഒന്ന് അമ്മയെ കാണാൻ പോലും നിൽക്കാതെ പോയെന്ന്. കണ്ണുകൾ നിറഞ്ഞില്ല. ചുണ്ടുകൾ വിതുമ്പിയില്ല. കൈകൾ വയറിലമർന്നു. തലോടി. അർജുൻ, എടോ, താനൊരു ഡോക്ടറല്ലേ? ഇങ്ങനെ വിഷമിക്കാതെ. അവൾക്ക് ധൈര്യം പകരേണ്ടതും താനല്ലേ? അവളുടെ യൂട്രസിന് ഒരു കുഞ്ഞിനെ താങ്ങാനുള്ള ശേഷിയില്ലടോ. 19 വയസ്സല്ലേ ഉള്ളൂ. കൂടാതെ പോഷകാഹാരക്കുറവുണ്ട്. ഉടനെ ഒരു കുഞ്ഞു വേണ്ട. 3 മാസത്തിൽ തന്നെ അറിഞ്ഞത് നന്നായി. കുറച്ചു കഴിഞ്ഞെങ്കിൽ അവളെ ഈ നഷ്ടമായനെ. ഇപ്പോൾ ഒരാളെ ദൈവം തന്നില്ലേ? തരുവടോ കുഞ്ഞിനെ. അവൻ്റെ ഉള്ളിൽ അപ്പോഴും അച്ഛ എന്ന് വിളിക്കുന്ന കുഞ്ഞിനെ ഓർമ്മ വന്നു. മുത്തശ്ശി, ഇല്ലാട്ടോ.
കുഞ്ഞിനൊന്നുമില്ലാട്ടോ. വാവ ഇവിടെ ഉണ്ടെന്നേ. അത്യധികം സന്തോഷത്തിൽ പറയുന്നവളെ കണ്ട് ഒരു നിമിഷം അവൻ പകച്ചുപോയി. ഇപ്പോഴും വയറിനെ അതിമൃദുലമായി തഴുകുന്നു. കണ്ണുകൾ നിറഞ്ഞിട്ടില്ല, കൈകൾ വിറയ്ക്കുന്നില്ല. അവളെയും കൂട്ടി വീട്ടിലേക്ക് കയറുമ്പോൾ അവൻ്റെ ഉള്ളം വിറയ്ക്കുകയായിരുന്നു. മുത്തശ്ശി ഒന്നും പറയാതെ മുറിയിലേക്ക് പോയി പൊട്ടിക്കരഞ്ഞു. അവൾ കട്ടിലിലേക്ക് വന്നിരുന്നു. വയറിനെ തലോടിക്കൊണ്ടിരുന്നു. വാവേ, വാവേ, ഋതിക, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് യുവർ ഫൂളിഷ്നെസ്. അവൾ അവൻ്റെ ശബ്ദം പോലും കേൾക്കാതെ വാവയെ തലോടിക്കൊണ്ടിരുന്നു. നിനക്ക് കിട്ടുന്ന പണം തികയാതെ വന്നപ്പോൾ കൊന്നതല്ലേടി എൻ്റെ കുഞ്ഞിനെ, കൊന്നതല്ലേടി എൻ്റെ കുഞ്ഞിനെ. അവളുടെ കാതുകളിൽ ഇടിമുഴക്കം പോലെ ആ വാക്കുകൾ തുളച്ചു കയറി. കൈകളാൽ കാതുകൾ കൊട്ടിയടച്ചു. അവൻ അവളുടെ അടുത്തേക്ക് ഓടിയെടുത്തു. അവളുടെ കൈകൾ അയച്ചു. അവളുടെ മുഖത്തടിച്ചു. എത്ര വേണമെങ്കിലും എണ്ണി എണ്ണി തരില്ലായിരുന്നോ? ആഴ്ചയ്ക്കാഴ്ച നിന്റെ തന്ത വന്ന് എണ്ണി മേടിച്ചു കൊണ്ടുപോയിരുന്നല്ലോ. തീറ്റയ്ക്ക് തീറ്റ കൊണ്ട് തന്നതല്ലേ? എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ മനഃപൂർവ്വം നീ പട്ടിണി കിടന്നതല്ലേ? ഇപ്പൊ കുഞ്ഞാണ് പോലും. സുഖിക്കാൻ നേരത്ത് നീ കുഞ്ഞല്ലായിരുന്നല്ലോ. അപ്പോൾ ഭയങ്കര ചൂരായിരുന്നല്ലോ. അല്ല, ആ തള്ളയുടെ അല്ലേ മോള്? നിന്റെ തള്ളയ്ക്കും കെട്ടിയോൻ ചത്തപ്പോൾ സുഖത്തിന് വേണ്ടിയല്ലേ മറ്റൊരുത്തൻ്റെ കൂടെ പോയേ? ഇപ്പം മോളെ വിറ്റും കുറെ തിന്നുന്നുണ്ടല്ലോ. നിനക്കൊക്കെ പെണ്ണാണെന്ന് പറയാൻ അറപ്പ് തോന്നുന്നില്ലേ? പണം കിട്ടിയാൽ ഏത് പുഴുത്ത പട്ടിയുടെ കൂടെ വേണമെങ്കിലും നീയൊക്കെ കിടക്കുമല്ലോ. അതാണല്ലോ ജന്മം. അവൻ്റെ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുൻപേ അവളുടെ കൈകൾ ഉയർന്നു താണു. അവൻ പുറകിലേക്ക് വേച്ചു വീണു. കാതിലൊരു മൂളക്കം മാത്രം. തല ഉയർത്തി നോക്കി. കണ്ണുകളിൽ അഗ്നിയുമായി ഋതിക. ഇനി ഒരിക്കൽ കൂടെ എൻ്റെ അമ്മയെ പറഞ്ഞാൽ കൊന്നുകളയും. അവൻ്റെ നേരെ കൈവിരൽ ചൂണ്ടി വിറയ്ക്കുന്ന പെണ്ണിനെ അവന് പരിചയമില്ലായിരുന്നു. അവളുടെ ദേഷ്യത്തിൽ അവൻ പകച്ചു. എൻ്റെ വയറ്റിലുണ്ടായിരുന്നത് തൻ്റെ മാത്രം ചോരയല്ല, എൻ്റെയാണ്. താൻ തന്നെ മലർന്ന് കിടന്ന് അധ്വാനിച്ചാലൊന്നും ഉണ്ടാകില്ല. തനിക്കറിയോ, താൻ ഓരോ രാത്രിയും എനിക്ക് തന്നു എന്ന് പറയുന്ന സുഖത്തിൻ്റെ നോവ്? താൻ എന്നിൽ കാമം തീർത്തപ്പോൾ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഓരോ രാവും കാമത്തിൽ നിന്ന് എന്നെങ്കിലും തനിക്ക് എന്നോട് പ്രണയം തോന്നുമെന്ന്, ഒന്ന് ചേർത്ത് പിടിക്കുമെന്ന്, ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് പേര് ചൊല്ലി വിളിക്കുമെന്ന്. വെറൊരു പെണ്ണാടോ ഞാൻ? കാമം മാത്രമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരിറ്റ സ്നേഹം കൊതിക്കുന്നുണ്ട്. ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ കരഞ്ഞിട്ടേ ഉള്ളൂ. ഓരോ രാത്രി ഉറക്കം ഉളച്ച് കാത്തിരുന്നിട്ടുണ്ട്. ഈ ശരീരത്തിനു വേണ്ടി താൻ ആദ്യ രാത്രിയിൽ അനുഭവിച്ച എന്നിലെ പെണ്ണില്ലേ, അവൾ ഓരോ രാവും അതിനു മുൻപ് സംരക്ഷിച്ചത് അവളുടെ പരിശുദ്ധിയായിരുന്നു. അച്ഛനെന്ന് വിളിച്ചയാളിൽ നിന്നും സംരക്ഷിച്ചു പിടിച്ച ശരീരം ആ എന്നെ സ്വന്തമാക്കി കടന്നു പോയപ്പോൾ ഒന്ന് നോക്കിക്കൂടായിരുന്നോ? ഞാൻ തനിക്ക് വേണ്ടി നൽകിയ ചോരത്തുള്ളികളെ. പാതി തളർന്ന എൻ്റെ അമ്മയിൽ പ്രഹരം ഏൽപ്പിച്ച് അയാൾ കീഴടക്കുമ്പോൾ കാണാതെ ഇരിക്കാനായി കണ്ണുപൊത്തി വാതിൽ മറവിൽ നിന്നിട്ടേ ഉള്ളൂ. അയാൾക്ക് വിശപ്പടങ്ങിയില്ലെങ്കിൽ എന്നെയും തിന്നു എന്ന് ഭയന്ന് അമ്മയെ പോലും ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നത് എൻ്റെ സ്വാർത്ഥത തന്നെയാണ്. അത് പണത്തിനോടല്ല, സംരക്ഷിക്കാൻ ഒരു പുരുഷനുണ്ടല്ലോ എന്ന് കരുതി. ഓരോ രാത്രിയും സ്വന്തം ശരീരത്തിന് കാവലിരിക്കുന്ന പെണ്ണിനെ തനിക്കറിയോ? താൻ എന്നിൽ പടർന്നു കയറുമ്പോഴും എനിക്ക് ഭയമായിരുന്നു. ഓരോ രാത്രിയും വേദനയായിരുന്നു. കരഞ്ഞിട്ടുണ്ട്, അലറി വിളിച്ചു. അറിഞ്ഞിട്ടുണ്ടോ താൻ? ആ വേദനയിലും തന്നെ ഞാൻ ചേർത്ത് പിടിച്ചു, പ്രണയത്തോടെ ചുംബിച്ചിട്ടുണ്ട്. താലി കെട്ടിയാലോ സ്വന്തമാക്കിയാലോ ഭർത്താവാകില്ലടോ. അവൾ കരഞ്ഞു തളർന്ന് നിലത്തേക്കിരുന്നു. അവനൊരു ശീലകണക്കെ അവളുടെ വാക്കുകൾക്ക് തറഞ്ഞു നിന്നു. ഭൂമിയോളം താഴ്ന്നു നിന്നാലും ഉള്ളിലൊരു ഭദ്രകാളി ഉള്ളവളാണ് പെണ്ണ്. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ തലയിൽ തലോടി. തൊട്ടുപോകരുതെന്നെ. കണ്ണുകളിലെ അഗ്നി അവന് ജീവനോടെ സമാധി കെട്ടി. ഏറെ നേരത്തെ ശാന്തത. തനിക്ക് ഞാൻ എന്തു വേണമെങ്കിലും തരാം. എനിക്ക് ഒരു രാത്രി, ഒരൊറ്റ രാത്രി തന്നെ വേണം. ഭാര്യയായി എന്നെ കാണണ്ട, വേശ്യയായി കണ്ടാൽ മതി. എനിക്ക് നോവ് നൽകണം, താങ്ങാൻ കഴിയാത്തതിലും അധികം. എൻ്റെ കുഞ്ഞ് ശ്വാസം മുട്ടിയതുപോലെ എനിക്ക് ശ്വാസം മുട്ടണം. മരണം അതെനിക്ക് നോവോടെ താൻ നൽകണം. അവളുടെ ഉറച്ച വാക്കുകളിൽ അവൻ തറഞ്ഞിരുന്നു. ആ മുറിയിൽ അവൾ തന്നെ അവൾക്ക് സമാധി തീർത്തു. രാവും പകലും അറിയാതെ ആരെയോ കാത്തിരുന്നു. ഇടയ്ക്കെപ്പോഴോ കണ്ണുകൾ നിറയും, വയറിൽ കൈ ചേർക്കും. നെഞ്ചോരം ചേർന്ന് കിടക്കുന്ന താലിയോട് വെറുപ്പ് തോന്നി. രാത്രിയിലെ നിർത്താതെയുള്ള ഫോൺ കോളുകൾ കേട്ടവൻ കണ്ണു തുറന്നു. മറുവശത്തു നിന്നുള്ള വാർത്ത അവനെ തളർത്തി. അവൻ അവളെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. മുത്തശ്ശിയോട് കാര്യം പറഞ്ഞു. യാത്ര തിരിക്കുമ്പോൾ എങ്ങോട്ടെന്ന് മാത്രം പറഞ്ഞില്ല. വീട്ടിലേക്ക് വണ്ടി നീങ്ങുമ്പോൾ മനസ്സിലായി താനും ഒരനാഥയാവുകയാണെന്ന്. ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം. ഇനിയും ആ പാവത്തിന് നോവില്ലല്ലോ. കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിൻ്റെയും സാമ്പ്രാണിതിരികളുടെയും പുകച്ചുരുളിൽ ചലനമറ്റ് കിടക്കുന്ന അമ്മ. നോക്കിയിരിക്കുന്നതല്ലാതെ കണ്ണുകൾ നിറഞ്ഞില്ല.
മകനായി നിന്ന് അദ്ദേഹം എല്ലാ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും കണ്ണുകൾ നിറഞ്ഞില്ല. ഒരു കെട്ട് പുകച്ചുരുളായി അമ്മ ഉയർന്നപ്പോൾ നോക്കി. കണ്ണുകളിൽ നിന്ന് ഒരിറ്റു കണ്ണുനീർ പൊഴിഞ്ഞു. പോകുന്നതിനു മുൻപ് അച്ഛൻ എന്ന് പറയുന്ന ആളോട് അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടു. എന്നിട്ടും കണ്ടില്ല എന്ന് നടിച്ചു. മുത്തശ്ശി തന്ന ഒരു കപ്പ് കഞ്ഞിവെള്ളം കുടിച്ചു. കാലുകളിൽ മുഖം ചേർത്ത് വെച്ചു. കണ്ണുകൾ അടച്ചു. അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ഒരു കുഞ്ഞുവാവ. ഞാൻ അവരുടെ അടുത്തേക്ക് നടക്കുന്നുണ്ട്. അവർ തൻ്റെ കയ്യിൽ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് കടന്നുപോയി. കുഞ്ഞു കൈകൾ കൊണ്ട് തൻ്റെ മാറിൽ എന്തെല്ലാമോ പരതുന്നു. അമ്മയായി ഉള്ളം വിങ്ങി, കണ്ണുകൾ കലങ്ങി. ഋതിക, ആർ യു ഓക്കെ? അവൻ്റെ ശബ്ദം അവളെ എഴുന്നേൽപ്പിച്ചു. എന്താടോ പറ്റിയേ? നല്ല പനിയുണ്ടല്ലോ, ഞാൻ മരുന്ന് നൽകാം. തിരിഞ്ഞ അവൻ്റെ കൈകളിൽ അവൾ പിടുത്തമിട്ടു. അവനെ ബെഡിലേക്കിരുത്തി. എനിക്കിന്നൊരു രാത്രി തന്നെ വേണം. ഒരൊറ്റ രാത്രി. എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം. എൻ്റേതെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ഒരവകാശം എനിക്ക് വേണം. വാക്കുകൾ ഇടറുന്നുണ്ടെങ്കിലും ഉറച്ച ശബ്ദം, കണ്ണുകളിൽ ജയിക്കണമെന്നുള്ള ഭാവം. ഋതിക, വാട്ട് ദ നോൺസെൻസ്. എനിക്ക് ജയിക്കണം. ഒരു തവണ ഒരു പെണ്ണായി തനിക്ക് തരാൻ കഴിയുമെങ്കിൽ നൽകാം. ഇല്ലെങ്കിൽ താൻ കിട്ടിയ താലി അഴിച്ചുവെച്ച് ഞാൻ തെരുവിലേക്കിറങ്ങും. ഒരു രാത്രിക്ക് വേണ്ടി. അവളുടെ വാക്കുകൾക്ക് ആലയിൽ ഉരുക്കിയതുപോലെ ചുട്ടുപൊള്ളുന്നതായി തോന്നി അവന്. അവൻ അവിടെ ഇരുന്നതല്ലാതെ അനങ്ങിയില്ല. അവൾ വേച്ച് വേച്ച് എഴുന്നേറ്റ് വാതിൽ സാക്ഷിയിട്ട് വന്നു. കട്ടിലിലേക്ക് കിടന്നു. സാരി മാറ്റി. അവനെ ക്ഷണിച്ചു. നിർജീവമായ അവളുടെ ശരീരത്തിലേക്ക് നിർജീവമായി തന്നെ അവനും പടർന്നു കയറി. അന്നാദ്യമായി അവൾ നോവറിഞ്ഞില്ല. കണ്ണുകൾ അടച്ചു. ഋതിക, അവൾ മറുപടിയായി മൂളി. എന്നെ പ്രസവിച്ചിട്ടതിനു ശേഷം അച്ഛനും അമ്മയും അവരുടെ സ്വാർത്ഥതാ ലോകത്തിലേക്ക് കടന്നു. 6 മാസത്തിൽ എൻ്റെ ചുണ്ടുകളിൽ മുലപ്പാലിൻ്റെ മധുരമോ മണമോ ഇല്ലായിരുന്നു. മാസമാസങ്ങളിൽ ബാങ്കിൽ വരുന്ന നോട്ടുകെട്ടുകളാണ് എനിക്ക് അച്ഛനും അമ്മയും. ഓരോ കുട്ടികളും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ സന്തോഷിക്കുന്നത് കണ്ട് കൊതിച്ചിട്ടുണ്ട്. അവരാലൊന്ന് താലോലിക്കപ്പെടാൻ. പിന്നീട് ജീവിതത്തിലേക്ക് നിറം പകർത്തി കടന്നു വന്നവളും പണം കിട്ടിയപ്പോൾ എന്നെ ഉപേക്ഷിച്ചു. അതേ പണത്തിനു വേണ്ടി നീയും ഇങ്ങോട്ട് വന്നപ്പോൾ വെറുപ്പാണ് തോന്നിയത്. പല രാത്രികളിലും നീ എന്നെ ചുംബിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നിലെ സ്വാർത്ഥത അത് പ്രണയമാണെന്ന് അംഗീകരിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ ആഴ്ചയിൽ നിന്റെ പേര് പറഞ്ഞ് 1000 എണ്ണി വാങ്ങി അയാൾ പോകുമ്പോൾ ഞാനും കരുതി നീയും പണമാണ് ആഗ്രഹിക്കുന്നതെന്ന്. ഒരച്ഛനാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ നിന്നെ എടുത്തുയർത്തണം, കണ്ണുകളിൽ നോക്കി നമ്മൾ അച്ഛനും അമ്മയും ആകാൻ പോവുകയാണ് എന്ന് പറയണമെന്നൊക്കെ തോന്നി. പക്ഷെ അവിടെയും എൻ്റെ ഈഗോ സമ്മതിച്ചില്ല. കുഞ്ഞിനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ നിന്നെ പലപ്പോഴും പ്രണയത്തോടെ നോക്കിയിട്ടുണ്ട്, ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നിന്റെ അണിവയറിൽ ചുംബിക്കുന്ന ഓരോ നിമിഷവും നിന്നോടുള്ള പ്രണയവും കുഞ്ഞിനോടുള്ള വാത്സല്യവും ഉണ്ടായിരുന്നു. കുഞ്ഞു പോയപ്പോൾ ഒരച്ഛൻ എന്നുള്ള രീതിയിൽ ഞാൻ തകർന്നു പോയി. ഒരിക്കലും നിന്നോട് പറയരുതാത്തത് പറഞ്ഞു. ഒരു പെണ്ണിനും ക്ഷമിക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം. നമ്മുടെ കുഞ്ഞ് വന്നിരുന്നെങ്കിൽ നിന്നെ എങ്ങനെയും ഞാൻ ഇവിടെ നിർത്തിയേനെ. എൻ്റെ ഭാര്യയായി, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി, മരണം വരെ എൻ്റെ പാതിയായി ഞാൻ ചേർത്തേനെ നിന്നെ. എന്നോട് ക്ഷമിച്ച് നിന്നൂടെ എൻ്റെ കൂടെ. അച്ഛനും അമ്മയും ഉണ്ടായിട്ടും അനാഥനായിട്ടാണ് 26 കൊല്ലം വളർന്നത്. വയ്യാടി പെണ്ണെ, ഒരു വാക്ക് പറഞ്ഞാൽ മതി, കാത്തിരിക്കാം. ഞാൻ നിന്റെ മനസ്സ് മാറുന്നത് വരെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ മാറിലേക്ക് ചേർന്നു. അവൻ ഏങ്ങലടിച്ച് കരഞ്ഞിട്ട് പോലും അവൾ കൈകൾ ഉയർത്തി അവനെ തലോടിയില്ല. അവൻ അവളുടെ മാറിൽ നിന്നും തലമാറ്റി അവളെ നോക്കി. കണ്ണുകൾ ചാലിട്ടൊഴുകുന്നുണ്ട്. ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട്. അവൻ്റെ നെഞ്ചിലേക്ക് ചേരാൻ കൊതിക്കുന്നുണ്ടുള്ള. അവൻ അവളെ നെഞ്ചോരം ചേർത്തു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനിലേക്ക് ചേർന്നു. അവളുടെ തലമുടിയിൽ തലോടി, പരസ്പരം തലോടി. രാവ് മാഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. കണ്ണുകളുടെ ഉറവ വറ്റിയില്ല. തലോടാനും പ്രണയം പകരാനും മറന്നുപോയ രാവുകൾ അവർ നികത്തി തീർക്കുകയായിരുന്നു ആ രാവിൽ. കാമം ലവലേശമില്ലാതെ അവളുടെ ചുണ്ടിൽ അവൻ അമർത്തി ചുംബിച്ചു. ഏട്ടാ, എല്ലാം ഞാൻ മറന്നിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിൽ മറന്നതായി അഭിനയിക്കാമെന്ന് മാത്രം. എനിക്കെല്ലാം മറക്കാൻ സമയം വേണം. ഈ ജന്മം മുഴുവൻ എടുത്തോ. എന്നിട്ടെങ്ങും പോകരുത്. എൻ്റെ കൂടെ തന്നെ വേണം. എന്നോട് ക്ഷമിക്കണ്ട. എന്നിൽ നിന്നും അകലരുത്. വെറുത്താലും ആട്ടി അകറ്റരുത്. അവൻ്റെ കവിളിനെ നനയിച്ച് ഉതിർന്നു വീണ കണ്ണുനീർ അവളുടെ മാറിനെ നനയിച്ചു. ദിവസങ്ങൾ ആഴ്ചകളാകുമ്പോഴും ആഴ്ചകൾ മാസങ്ങളാകുമ്പോഴും അവൻ അവളിലെ മാറ്റത്തിനായി കാത്തിരുന്നു. വീട്ടിലെ മുക്കും മൂലയിലും അവളുടെ സാന്നിധ്യമുണ്ട്. പക്ഷെ അവളൊന്ന് ചിരിച്ചു കണ്ടിട്ടില്ല. ഒരുപാട് കൊതിക്കുന്നത് പോലെ ആ ശബ്ദം. ഏട്ടാ. നാളുകൾക്ക് ശേഷം കേട്ടതുപോലെ തിരിഞ്ഞു നോക്കി. കണ്ണുകൾ കൊണ്ട് എന്തോ കാര്യമറിയാനുള്ളതുപോലെ തോന്നി. 2 ദിവസമായി അവളിലെ മാറ്റങ്ങളെ ശ്രദ്ധിക്കുന്നു. അവളിൽ അവൾ പോലും അറിയാതെ ഒരു മാറ്റം. എനിക്ക് 2 മാസമായി
ഡേറ്റ് ആയിട്ടില്ല. ഒപ്പം മനംപുരട്ടലുണ്ട്. എന്താ ചെയ്യുക? കണ്ണുകൾ താഴ്ത്തി കവിളിൽ നുണക്കുഴി വിരിയുന്നത് പോലെ അവൻ അവൾക്ക് കസേര നീക്കിയിട്ട് നൽകി. അവളിരുന്നു. അവൻ സ്റ്റെതസ്കോപ്പ് എടുത്തുകൊണ്ടുവന്ന് അവളുടെ അടിവയറിൽ വെച്ചു. ഹൃദയസ്പന്ദനം കേട്ടു. കണ്ണുകൾ നിറഞ്ഞു. സന്തോഷമോ സങ്കടമോ തോന്നിയ നിമിഷം. ഒരിക്കൽ അനുഭവിച്ച സന്തോഷം. അവൻ അവൾക്ക് നേരെ പ്രഗ്നൻസി കിറ്റ് വെച്ച് നൽകി. അവൾ അതുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. തെളിഞ്ഞു കാണുന്ന 2 ചുവന്ന വരകൾ അമ്മയാകുന്നതിൻ്റെ പ്രതീകം. വയറിനെ മറച്ചിരുന്ന സാരിത്തലപ്പ് മാറ്റി കൈകൾ കൊണ്ട് തലോടി കുഞ്ഞിനെ. അവൻ്റെ അടുക്കൽ ചെന്ന് തല കുനിച്ചു നിന്ന് കൈകൾ തുറന്നു കാട്ടി. അതിലെ 2 ചുവന്ന തുള്ളികൾ സന്തോഷവും ഒപ്പം ഭയവും നൽകി. അവൻ പോലും പ്രതീക്ഷിക്കാതെ അവൾ അവനെ പുണർന്നു. അവൻ്റെ കൈകൾ അവളിൽ അമർന്നു. ഒപ്പം കണ്ണുനീർ അവളുടെ തോളിനെ നനയിച്ചു. അവളുടെ കണ്ണുനീർ അവൻ്റെ നെഞ്ചിനെ ഈറനണിയിച്ചു. മുത്തശ്ശിയും സന്തോഷത്തോടെ നെറുകയിൽ മുത്തി. മാസങ്ങൾക്കൊപ്പം അവളുടെ ആഗ്രഹങ്ങളും വയറും വളർന്നു. അവളുടെ കുഞ്ഞി ആഗ്രഹങ്ങൾ അവൻ നിറവേറ്റി. ഒരച്ഛനാകാൻ പോകുന്നതിൽ സന്തോഷമുണ്ടെങ്കിലും ഒരു ഭർത്താവെന്ന നിലയിൽ അവൻ്റെ ഉള്ളം നീറി. പക്ഷെ അവളുടെ വാശിക്ക് മുൻപിൽ കീഴടങ്ങി. ഒരമ്മയാകാൻ മനസ്സാൽ അവൾ തയ്യാറെടുക്കുന്നു. പക്ഷെ അവളുടെ ശരീരം അത് താങ്ങില്ല. ഇപ്പോഴും ഗർഭാശയത്തിന് ഒരു കുഞ്ഞിനെ താങ്ങാനുള്ള ശേഷിയില്ല. ഏട്ടാ. അവളുടെ നീര് വന്ന കാൽ അവൻ തിരുമിയിറക്കുകയാണ്. അവൻ അവളുടെ മടിയിലേക്ക് തലവെച്ചു. എനിക്ക് ഏട്ടൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ചായ കുടിക്കണം. ഇപ്പം വേണോടാ? അവൾ തലയാട്ടി. അവൻ മടിയിൽ നിന്നും എഴുന്നേറ്റു. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ അവനെ കൈകളിൽ അവൾ പിടിച്ചു. താങ്ങി എഴുന്നേറ്റു. ഞാനും വരാം. അവൻ അവളുടെ കൈകളെ സ്വന്തമാക്കി. അവൾ അവനോട് ചേർന്ന് നടന്നു. അവൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ചായയ്ക്ക് പായസത്തിൻ്റെ മധുരമായിരുന്നു. ഏട്ടാ നിക്ക്. അവൾ വയറുപൊത്തി. അവൻ അവളെ കൈകളിൽ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി. എത്ര വലിയ ഡോക്ടർ നിസ്സഹായനാകുന്ന നിമിഷം. അവളുടെ ഓരോ വിളിയും അവൻ്റെ ഹൃദയത്തെ നോവിച്ചു. ലേബർ റൂമിലേക്ക് കയറ്റിയപ്പോൾ അവനും കയറി. 20 വയസ്സിൽ അവൾ അനുഭവിക്കുന്ന വേദന കാണുന്തോറും ഒരു പെണ്ണിനെ അവൻ മനസ്സിലാക്കി. അവൾ അനുഭവിക്കുന്ന വേദന അവൻ്റേത് മാത്രമാണെന്ന് തോന്നി. പ്രാർത്ഥിക്കടോ, 2 പേരെ ഒരുപോലെ കിട്ടാൻ. തോളിൽ തട്ടി ഡോക്ടർ ആശ്വസിപ്പിക്കുമ്പോഴും അവൻ്റെ ചെവികളിൽ അവളുടെ ശബ്ദം മാത്രം അലയടിച്ചു. അവൾക്ക് ഓക്സിജൻ മാസ്ക് വെക്കുമ്പോൾ അവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഏട്ടാ, മോളെ നോക്കിക്കോണേ, പൊന്നുപോലെ. അവൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. അവൻ്റെ കൈ ഒടിയുന്ന പോലെ അവൾ മുറുക്കി. ആ ഹോസ്പിറ്റലിൽ ഉറക്കെ അലറി. അവൻ കണ്ണുകൾ അടച്ചു. അവൾ ആഞ്ഞ് ശ്വാസം വലിച്ചു. ഒരു കുഞ്ഞിൻ്റെ ശബ്ദം അവൾ കേട്ടു. അടുത്ത നിമിഷം കണ്ണുകൾ അടഞ്ഞു. മോളെ, കണ്ണു തുറക്ക് മോളെ. അർജുൻ, നോ, ഹൃദയയ്ക്ക് കുഴപ്പമൊന്നുമില്ലടോ. താൻ ടെൻസ്ഡ് ആകാതെ. ഡോക്ടർ അവൻ്റെ കയ്യിലേക്ക് ചോരയിൽ കുതിർന്ന കുഞ്ഞിനെ വെച്ച് നൽകി. അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മുട്ടുകുത്തി നെഞ്ച് പൊട്ടുമാറുച്ചത്തിൽ കരഞ്ഞു. ഒരു ഡോക്ടറിൽ നിന്ന് ഒരു ഭർത്താവായി, ഒരച്ഛനായി. അവൻ കുഞ്ഞിനെയും എടുത്ത് അവൾക്കായി കാത്തിരുന്നു. റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത അവളുടെ അടുത്തേക്ക് അവൻ കുഞ്ഞിനെ കിടത്തി. അവളുടെ ഉള്ളംകാലിൽ പിടിച്ച് ചുണ്ടുകൾ ചേർത്തു. കാലിൽ തണുപ്പ് അനുഭവപ്പെട്ടു. അവൾ കണ്ണുകൾ തുറന്നു. ഏട്ടാ. അവളുടെ ആ വിളി ഒന്ന് മാത്രം മതിയായിരുന്നു അവന്. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മകൾ കൊണ്ട് മൂടി. 2 പേരുടെയും കണ്ണുനീർ ഒരുപോലെ ഒരുമിച്ച് ഒഴുകി. നീയില്ല ലോകത്ത്, ഞാൻ ഏകനാണ്. അവരുടെ ഹൃദയം ഉരുവിട്ടു. അവൻ കുഞ്ഞിനെ അവളുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. കുഞ്ഞിൻ്റെ പേര് ചെവിയിൽ വിളിച്ചോളൂ. അവൻ കുഞ്ഞിനെ അവളുടെ കൈകളിലേക്ക് കൈമാറി. അച്ഛനാണ് കുഞ്ഞിൻ്റെ ചെവിയിൽ. അവൻ അതിന് പുഞ്ചിരിച്ചു. അവർ 2 പേരും ഒരുമിച്ച് വിളിച്ചു. ആരാധിക അർജുൻ ദാസ്. അവൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒരുമിച്ച് സദ്യ ഉണ്ടു. ഇനി എന്നും അവർ ഒന്നായി ഒരു കുടക്കീഴിലുണ്ടാകും. അവിടെ അവരുടെ കുഞ്ഞ് ഇണക്കവും പിണക്കവും വലിയ പ്രണയ നിമിഷവും കടന്നു പോകും. നിലാവത്ത് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് അവളും അവളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കുഞ്ഞാരവും കിടന്നു. അവരെ നോക്കി പുഞ്ചിരിച്ച് 2 നക്ഷത്രങ്ങളും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.